ഇത് കണ്ടോ? ഇത് നമ്മുടെ ഫ്രൂട്ട്സ് കടയിലും ബേക്കറിയിലൊക്കെ ഫ്രൂട്ട്സുകൾ വരുന്ന ബാസ്ക്കറ്റാണ്. ഒരു നാണവുമില്ലാതെ ചോദിച്ച് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ചിലർ തരും കേട്ടോ, ചിലർ തരില്ല. അങ്ങനത്തെ കുറേ ഉണ്ട് എൻ്റെ അടുത്ത്. അടപ്പുള്ളതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ഉണ്ട്. ലിച്ചിയൊക്കെ വരുന്ന നല്ല ട്രേ ഉണ്ട് എൻ്റെ അടുത്ത്. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ മോനെ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുറേ ആക്രി ഉണ്ടാവുമല്ലോ അവരുടെ, അതും ഇതൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിവിടെ ഇങ്ങനെ ഫുള്ള് ഇതായിരുന്നു. അത് ഞാൻ കുറച്ച് ഇത്ര വരെ കട്ട് ചെയ്തു. ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിനൊരു ഉറപ്പുണ്ടാവില്ല. ഇത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഇത് പോയി കിട്ടും. ഒരു ജോയിൻ്റ് ഉണ്ട് ഇവിടെ, അത് പോയാൽ ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴത്തേക്ക് താങ്ങും. പിന്നെ ഇത് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വേണമെങ്കിൽ ഷൂ റാക്കായിട്ട് ഉപയോഗിക്കാം, അടുക്കളയിൽ ഉപയോഗിക്കാം, സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ വർക്ക് ഏരിയ പോലെയുള്ള സ്ഥലത്തൊക്കെ വെക്കാൻ ഉപയോഗിക്കാം. പേപ്പറുകൾ, നമ്മളെ റാക്കിലൊക്കെ പേപ്പറുകൾ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ, കുട്ടികളുടെ ബുക്കൊക്കെ, കഴിഞ്ഞ ബുക്കുകളൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ എടുത്ത്, മാസിക, ന്യൂസ് പേപ്പറുകൾ, കഥാബുക്കുകൾ ഒക്കെ എടുത്ത് വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. ഇതിങ്ങനെ ഓരോന്നോരോന്നാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതെടുത്ത് മാറ്റാൻ പറ്റും. ഇങ്ങനെ കയറി ഇരിക്കും, വേണമെങ്കിൽ എടുക്കാം. ഒട്ടിച്ചാൽ പിന്നെ എടുക്കാൻ പറ്റില്ല, ഇത് ഒട്ടിച്ചിട്ടില്ല. ഇതെടുത്തിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഗ്യാപ്പ് കുറവായതുകൊണ്ട് കുറേ ഹൈറ്റുള്ള സാധനങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ല, ഗ്യാപ്പ് കുറവാണ്. കാരണം ഇത് മുറിക്കാൻ പറ്റില്ല. അത് മുറിച്ചാൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റില്ല എന്നുള്ളൂ. ഇതിപ്പോൾ കുട്ടികളുടെ സാധനം ആയതുകൊണ്ട് അങ്ങനെയൊക്കെ വയ്ക്കാം. ബുക്കുകൾ, ഓരോരോ സാധനങ്ങളൊക്കെ വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ സാധനം വെക്കണമെങ്കിൽ ഒരു ഐഡിയ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു പ്ലൈവുഡിൻ്റെ പീസാണേ. ഇതിങ്ങനെ വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് ഇത് കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇങ്ങനെ വെക്കാമെന്നുള്ളത്. ഇവിടെ ഒരു പ്ലൈവുഡിൻ്റെ പീസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ട്രേ കണ്ടോ, ഇത് ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ ഡേറ്റ്സൊക്കെ വരുന്നതാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള, നല്ല കട്ടിയുള്ള ട്രേ ആണ്. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ വയ്ക്കാം. ഇതിൻ്റെ മുകളിലും വേണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ ഇങ്ങനെ വയ്ക്കാം. പിന്നെ ചെറിയൊരു അലങ്കോലപ്പണി, ഇത് പേപ്പർ ഫ്ലവർ ഞാൻ ചെയ്തതാണ്. ഇതൊരു ബോട്ടിൽ, ഇതിൻ്റെ അടപ്പ് പൊട്ടിയതാണ്. പിന്നെ ഒരു സ്പൈഡർമാൻ ഇവിടെ ഇരിക്കട്ടെ, ഓടല്ലേ. പിന്നെ ഇത് ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഒരു പൂവാണ്, ഉണ്ടോ, ഭംഗിയില്ലേ. ചെറിയൊരു അലങ്കോലപ്പണി അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് ഒരു ടേബിളിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് കുട്ടികളുടെ ടേബിളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ വേസ്റ്റ് ബിന്നാണ്. ഓക്കെ, സംഭവം സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇത് പിന്നെ കളറൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കാം കേട്ടോ. കളറെല്ലാം കൊടുത്ത് കുറച്ച് പെയിൻറ്റിങ്ങൊക്കെ കൊടുത്തിട്ട്, പക്ഷെ അതിനുള്ള വകുപ്പ് ഇല്ല. പെയിൻറ്റൊക്കെ കൊടുത്താൽ മുതലാവില്ല. ഇതിങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങൾക്ക് പറ്റും. ഓക്കെ, ഇതൊന്നും നമ്മൾ കാണുമ്പോൾ ഇട്ടിട്ട് പോരരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിങ്ങനത്തെ ഒരു എന്താ പറയുക, റാക്ക് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ എത്ര പൈസ കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യങ്ങൾ നടക്കും. വലിയ ഭംഗി ആർഭാടമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്, കാര്യങ്ങൾ നടക്കുമല്ലോ. ഒന്നും ചോദിക്കാൻ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വേറെ ഒരാളടുത്തും കാണുമ്പോൾ എങ്ങനെയാ ചോദിക്കുക, എന്താ വിചാരിക്കുക, നമ്മൾ ചോദിക്കുക. തരേണ്ടത് അവരെ മര്യാദ. കിട്ടിയാൽ ഊട്ടി, കിട്ടിയില്ലെങ്കിൽ ചട്ടി, അത്ര തന്നെ. പക്ഷെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് നമ്മൾ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് പരാജയപ്പെടരുത്. പരാജയപ്പെട്ട് തിരിച്ചു പോരരുത്, വീണ്ടും ചോദിക്കണം. ഈ കടയിലല്ലെങ്കിൽ അടുത്ത കടയിൽ പോയി ചോദിക്കാം, ആരെങ്കിലും തരാതിരിക്കില്ല. അപ്പോൾ ഓക്കെ, ടാറ്റ.